ഹലോ മച്ചന്മാരെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറ. ഞാൻ ഇയാളിപ്പോൾ എണീപ്പിച്ചിട്ടുള്ളൂ. ദീപണ്ണ അടിച്ചു വരാൻ പോയി. അപ്പോൾ ദീപണ്ണ ഡൗട്ടറേന്ന് വിളിച്ചപ്പോൾ ചാടി എഴുന്നേറ്റ് സംസാരിച്ചിട്ട് വന്ന് കിടന്നതാണ്. എനിക്ക് കോളേജിൽ പോകണം. കുഞ്ഞാ നാളെ പല്ല് തേക്കണം. ആദ്യം പെണ്ണിനെ എഴുന്നേൽപ്പിക്കുമ്പോഴേ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല, ആ ചവിട്ടി മറയ്ക്കും. അപ്പോൾ എന്താക്കും, ഉറങ്ങി കിടക്കുമ്പോഴേ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ എണീക്കുമ്പോൾ വാവോ 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 എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആൾ എണീക്കുള്ളൂ. അപ്പോൾ പല്ല് തേക്കട്ടെ. വീപ്പെണ്ണ് പഠിച്ചു വരി കഴിഞ്ഞ് വരും. അലക്കാനുള്ള തുണയെടുത്ത് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് അടിച്ചു വാരണം. അപ്പോഴത്തേക്ക് വീപ്പെണ്ണ് വരും. ഇനിയിപ്പോൾ വരില്ല കേട്ടോ. ആൾക്കിപ്പോൾ രാത്രി പുതിയ പരിപാടി ഉണ്ട്, ഉറക്കത്തിൽ അടിക്കുക. അപ്പോൾ ദീപണ്ണി രണ്ടാമത്തെ തൊട്ടാണ് മുഖത്തിനിട്ട് അടി കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് ബാക്കിയുള്ള പരിപാടി ബുക്കും. കുഞ്ഞിപ്പെണ്ണേ ചന്ദനത്തിരീൻ്റെ കോലെടുത്തിട്ട് എന്തോ കളിക്കുകയാണ്. ഞാൻ തൈലം ഇന്ന് രാവിലെ തന്നെ ചൂടാക്കിയിട്ട് തൈലം തേക്കട്ടെ. രാവിലെ തന്നെ കുളിച്ചില്ലെങ്കിൽ നല്ല ചൂടാണ്. പിന്നെ ഉച്ച ടൈമിലൊക്കെ കുളിച്ച് കഴിഞ്ഞ് വെയ്യാണ്ടായി കഴിഞ്ഞാലേ പിന്നെ കോയമ്പത്തൂർ പോകുമ്പോൾ ആകെ അവസ്ഥയാവും. അപ്പോൾ ഞാനേ ഇത് മറിയും കുഞ്ഞാ. ഇങ്ങനെയാണ് നമ്മൾ തൈലം ചൂടാക്കുക കേട്ടോ. അടിച്ചു വാരൽ പണി കഴിഞ്ഞു. പിന്നെ ഞാൻ ഇവറ്റിങ്ങളെ നോക്കി നിൽക്കുമ്പോഴാണ് വീഡിയോ എടുക്കാൻ മറന്ന കാര്യം മനസ്സിൽ വന്നത്. അപ്പോൾ വീഡിയോ എടുത്തതാണ്. കണ്ടോ, എല്ലാവരും ഭയങ്കര ഒരാൾ എന്തോ തിന്നുകയാണ്. ഇവിടെ പാല് കൊടുക്കുക. ഫീഡിങ് ടൈമാണ്. ഫീഡിങ് ടൈം. സോറി, ഇനി ദീപണ്ണ് വന്നു കഴിഞ്ഞാൽ കുളിക്കാനുള്ള പരിപാടി നോക്കിക്കോളും. എന്തായാലും തേച്ചിരിക്കുകയാണ്. കുളിക്കണം. ഭക്ഷണത്തിന് പിന്നെ മരുന്നുണ്ട്. ഇങ്ങനെ കോയമ്പത്തൂർ പോണതിൻ്റെ മുന്നേ ഒന്ന് മുടി കെട്ടാൻ പോകണം. പരിപാടി ഉണ്ട്. എൻ്റെ ദീപണ്ണതാ അലക്കി വന്നിരിക്കുന്നത്. ഇനി ഞാൻ തുണി ഇരിച്ചോട്ടെ. ബക്കറ്റിൻ്റെ കൈയൊക്കെ ഒടിച്ച് വലിച്ചെറിഞ്ഞത് ദീപണ്ണി. അങ്ങനെ നമ്മുടെ തുണിയിടൽ കഴിഞ്ഞ് മച്ചന്മാരെ. ക്ലിപ്പ് ആകെ വന്നുള്ളൂ. ഇവിടെ കുറച്ചൊരു 9:30 ആകുമ്പോൾ ഒരു മുടിഞ്ഞൊരു കാറ്റ് വീശും. അല്ലാത്ത ജാതി കാറ്റ്. ഉള്ള തുണിയില്ലെങ്കിലൊക്കെ പറമ്പിലെത്തും. ഇനി കുളിക്കണം. അങ്ങനെയൊക്കെയാണ്. നമുക്ക് ദീപണ്ണിൻ്റെ അടുത്ത് പോയേക്കാം. ഏതൊരു ഡ്രസ്സ് ഇട്ടിട്ടുള്ള കൺഫ്യൂഷനിൽ നിൽക്കാവോ എന്നുള്ള പരിപാടിയാണത്. ഒന്ന് നോക്കി മച്ചാൻ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ അങ്കണവാടിയിൽ കൊണ്ടാക്കിയിട്ട് മെല്ലെ നടന്ന് നമ്മൾ പള്ളീൻ്റെ അവിടെ പോയിട്ട് ഒന്ന് മുടി വെട്ടാൻ പോകണം. ഞാനും കുഞ്ഞാപ്പുതുകൊണ്ട് അങ്കണവാടിക്ക് നടന്നുകൊണ്ടിരിക്കണം. കുഞ്ഞാപ്പനെ അങ്കണവാടിയിൽ വിട്ടു. ഇനി ഒന്ന് ബാർബർ ഷോപ്പ് പോകണം. മുടി വെട്ടണം, വരണം. നടക്കാനാവണേ ഇല്ല കോപ്പ്. ആ കാണുന്ന കേട്ടോ അങ്കണവാടി. നമ്മൾ ബാർബർ ഷോപ്പിൻ്റെ അവിടെ പോസ്റ്റാണ് മക്കളെ. ഇവിടെ
നോമ്പ് തുടങ്ങണമെന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. നോമ്പ് അവസാനിക്കണ വരെ, അടുത്ത വെള്ളിയാഴ്ച വരെ നമ്മളെ മാളികയിൽ ഉണ്ടാവും. ഇവിടെ അങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുകയാണല്ലോ. അങ്ങനെ നോക്കിയിരിക്കും. നമ്മളെ മുടി വെട്ടി വീട്ടിൽ പോകണം, ഇന്ന് കുളിക്കണം, വീട്ടിൽ ചെന്നിട്ട് എടുക്കാം കേട്ടോ. നമ്മളെ മുടി വെട്ടിയിട്ട് വന്നു, ഞാനിനി പോയി കുളിക്കട്ടെ, കുളിച്ചില്ലെങ്കിൽ അല്ലേ കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കണം. ഓക്കെ മെച്ചം വരെ നമ്മളെ ഭക്ഷണമൊക്കെ കഴിച്ചു. അത് ഞാൻ വീഡിയോ ഉൾപ്പെടുത്താൻ മറന്നുപോയി. ഇന്ന് ഭക്ഷണം കഴിച്ചു, കിടക്കുകയായിരുന്നു മരുന്നും കഴിച്ചിട്ട്. പിന്നെ എന്തൊരു ചൂടാണെന്നറിയോ. കുഞ്ഞിപ്പെണ്ണിനെ ഇപ്പോൾ അച്ഛൻ അംഗനവാടി പോയി കൊണ്ടുവന്നുള്ളൂ. ഇപ്പോൾ സമയം 3:20. ചുമ പിന്നെയും പണയപ്പാടാക്കും തോന്നുന്നു. ഇനിയും പോകേണ്ടി വരും ഹോസ്പിറ്റലിൽ ചുമ കാണിക്കും. ഇപ്പോൾ 2 മാസമായി ചുമ വിട്ടു പോവാതെ. എന്തെന്നാണ് ഇടങ്ങേറാണ് ഇപ്പോൾ. ആദ്യമൊക്കെ ഒരു പനി വന്ന് പോയി ഒരാഴ്ചത്തേക്കുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് പനി പോയി 2 മാസമായി. ഇപ്പോൾ ചുമയും ഗെയിമായിട്ട് ആഴ്ചയിൽ ഹോസ്പിറ്റലും കയറി ഇറങ്ങി ഒരു മരുന്നും കുടിച്ചിട്ട്. പിന്നെ ഇനി വൈകുന്നേരം പിന്നെ ചായ കുടിയൊന്നുമില്ല, ചായ കുടിക്കാറില്ല. ഇനിയിപ്പോൾ കുഞ്ഞുപെണ്ണ് മെയിലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി അച്ഛൻ പോയി കഴിഞ്ഞാൽ അപ്പം കയറി വരും. ഞാൻ വാതിൽ വെച്ച് ഉറങ്ങാൻ വേണ്ടി കിടന്നതാണ്, പക്ഷേ ഉറക്കം വരുന്നില്ല. നോട്ടൊക്കെ കാര്യങ്ങളൊക്കെ എഴുതി പിന്നെ ഇവിടെ കിടന്നു. പിന്നെ കുറച്ചൊരു ന്യൂസൊക്കെ കണ്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇനിയൊന്നുമില്ല. വൈകുന്നേരം ചായ കൂടി ഇല്ലാത്തതുകൊണ്ട് ഒരു 5:30 ആകുമ്പോൾ ഒന്ന് കുളിക്കും. മെഡിറ്റേഷൻ ഉണ്ട് എന്നും, രാവിലെയും വൈകുന്നേരം മെഡിറ്റേഷൻ ചെയ്യും. രാവിലെ ഇപ്പോൾ എണീക്കലില്ല. എന്താണെന്ന് വെച്ചാൽ രാത്രി ഉറക്കം ശരിയാവാത്തതുകൊണ്ടേ, നമ്മൾ സമയമില്ലാത്ത സമയത്ത് ഉറക്കമില്ലായ്മയൊക്കെ ആയിട്ട് പിന്നെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ അത് നമ്മളെ ശരീരത്തിന് ആരോഗ്യത്തിനെ ബാധിക്കുള്ളൂ. അപ്പോൾ കൃത്യത്തിന് ഉറക്കം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം 4 മണിക്കൊക്കെ എണീറ്റ് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഉറക്കം കുറവായതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ ഒന്ന് രാവിലത്തെ ഒന്ന് ഓഫാക്കി വെച്ചു മെഡിറ്റേഷൻ. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സ്ഥലം ഒക്കെ സെറ്റാക്കി പോയി കുളിച്ച് വിളക്ക് കത്തിച്ച് ഒരു 1.5-2.5 മണിക്കൂർ മെഡിറ്റേഷനും ജപം തവൊക്കെ ആയിട്ട് അങ്ങനെ വഴിക്ക് പോകും. കാരണം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളെ മനസ്സിനൊരു കുഴപ്പമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോണ്. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ദീപണ്ണ് ഷോപ്പിൽ നിന്ന് വരും. 7:45 ബസ് അവിടെ വരും. ബസ് വന്ന് ദീപണ്ണ് വരും, കുളിക്കും, ഭക്ഷണം കഴിക്കാൻ പോവും, കഴിച്ച് കയറി വരും, മരുന്ന് കഴിക്കും, കിടക്കുക. ഇതൊക്കെ എന്തിനാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അടിച്ചു വിടാതെ കാണാം. പറയാൻ മാത്രം അധികമൊന്നും ഉണ്ടാവില്ല, എന്നാലും കണ്ടുകൊണ്ടിരിക്കാം. കാരണം എല്ലാവരും ഇപ്പോൾ ഒരേപോലെ ആയില്ലല്ലോ. ഓരോരുത്തരും ഓരോ വ്യത്യസ്തമായുള്ള ജീവിതശൈലിയോടും അവരവരുടെ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയാണല്ലോ കടന്നു പോവുക. അപ്പോൾ ഓരോരുത്തർ കാണാൻ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഡെയിലി വ്ളോഗായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനി അടുത്ത ദിവസം കാണാം കേട്ടോ.